നമസ്കാരം. ചലച്ചിത്ര സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കയറിയ അതിഗംഭീര മോഷ്ടാവിനെ പിടികൂടിയ കൊച്ചി പോലീസിന്റെ അന്വേഷണ മികവ് നേരത്തെ ഏറെ പ്രശംസിക്കപ്പെട്ടതാണ്. ബീഹാറിലെ റോബിൻ ഹുഡിനെ പൊക്കാൻ അന്ന് കൊച്ചി പോലീസിന് വേണ്ടിവന്നത് 14 മണിക്കൂർ മാത്രമായിരുന്നു. അത്രയും അന്വേഷണ മികവ് കാണിച്ച പോലീസ് സംഘത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിൻ്റെ കൊലപാതകത്തിന് പിന്നിലെ ചുരുളഴിച്ചത് നിസ്സാരമായ സംഭവമായിരുന്നു. സംഭവം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ മുതൽ തന്നെ കൃത്യമായ നീക്കങ്ങൾ നടത്തി. ഇതോടെ 3 മണിക്കൂർ തികയും മുൻപ് സംഭവത്തിൻ്റെ ചുരുൾ അഴിക്കാൻ പോലീസിന് സാധിച്ചു. എറണാകുളം സൗത്ത് ACP പി രാജ്കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസിൻ്റെയും ചുരുൾ അഴിച്ചത്. ജോഷിയുടെ വീട്ടിലെ മോഷണം തെളിയിച്ച സംഘത്തിലുണ്ടായിരുന്ന സൗത്ത് CI പ്രേമാനന്ദകുമാർ, പാലാരിവട്ടം CI റിച്ചാർഡ് വർഗീസ് എന്നിവരായിരുന്നു ഇക്കുറി ACPക്കൊപ്പമുണ്ടായിരുന്നത്. അവർ അതിവേഗത്തിൽ തന്നെ പ്രതിയിലേക്ക് എത്തി. പനമ്പള്ളി നഗറിൽ പിഞ്ചുകുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്ന കേസിലെ അതിവേഗ അന്വേഷണം കൊച്ചി പോലീസിൻ്റെ മികവിന് മറ്റൊരു ഉദാഹരണം കൂടിയായി. നവജാത ശിശുവിൻ്റെ മൃതദേഹം നടുറോട്ടിൽ കിടക്കുന്നത് കണ്ട് വിവരമറിഞ്ഞെത്തിയ പോലീസ് റോഡ് അടയ്ക്കുകയാണ് ആദ്യം ചെയ്തത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. സമീപ ഫ്ളാറ്റിലെ CCTVയിൽ 8 മണിക്ക് ശേഷം ഒരു പൊതി താഴേക്ക് വന്ന് പതിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തി. കുഞ്ഞിനെ പൊതിയാൻ ഉപയോഗിച്ച കവറിലെ ബാർകോഡിൽ നിന്ന് ഒരു മേൽവിലാസവും കിട്ടി. ഇതോടെ കാര്യങ്ങളെല്ലാം എളുപ്പമായി. ഇത് പിന്തുടർന്ന് നടത്തിയ അന്വേഷണമാണ് വഴിയോട് ചേർന്നുള്ള ഫ്ളാറ്റിൻ്റെ 5ാം നിലയിൽ താമസിക്കുന്ന യുവതിയിലേക്കും കുടുംബത്തിലേക്കും പോലീസ് എത്തിയത്. പോലീസ് പരിശോധനയിൽ യുവതിയുടെ മുറിയോട് ചേർന്ന ശൗചാലയത്തിൽ രക്തക്കറ കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ 15 മിനിറ്റിനുള്ളിൽ യുവതി കുറ്റം സമ്മതിച്ചു. അപ്പോൾ സമയം വെറും 11:30. പ്രസവം നടത്തിയ കുളിമുറി കഴുകി വൃത്തിയാക്കിയിരുന്നു. എങ്കിലും രക്തത്തുള്ളികൾ ബാക്കിയുണ്ടായിരുന്നു. അതുകൂടി കണ്ടെത്തിയതോടെ യുവതിയുടെ മേൽ കൊലക്കുറ്റം ഉറച്ചു. കുഞ്ഞിനെ എറിഞ്ഞുകൊന്ന യുവതിയുടെ ഫ്ളാറ്റിൽ എത്തിയപ്പോൾ പോലീസിനെ കാത്ത് പല വെല്ലുവിളികളാണ് ഉണ്ടായിരുന്നത്. സംഭവം യുവതിയുടെ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല. അവരുടെ മൊഴികളോട് പൊരുത്തപ്പെടാത്ത വിധം പോലീസിനോട് സംസാരിച്ച യുവതി പെട്ടെന്ന് കുറ്റസമ്മതം നടത്തി. ഇതോടെ ആകെ തകർന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിക്കേണ്ടി വന്നു ACP രാജ്കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്. ഗർഭിണിയായിരുന്നുവെന്ന് പോലീസിന് മുൻപാകെ യുവതി നടത്തിയ കുറ്റസമ്മതത്തിൽ നിന്നാണ് വീട്ടിൽ ഉണ്ടായിരുന്നവർ കാര്യമറിഞ്ഞത്. ഇതിൻ്റെ ആഘാതം ഇരട്ടിയാക്കിക്കൊണ്ടായിരുന്നു കൊലപാതക വിവരവും പുറത്തുവന്നത്. ഇതോടെ നിലവിളിക്കാൻ പോലുമാകാതെ മാതാപിതാക്കൾ തളർന്ന് ഇരുന്നു. മറ്റു മുറികളിൽ നിന്ന് വേറിട്ടാണ് യുവതിയുടെ മുറി. ഒഴിഞ്ഞ ഇടമാണ് ഇത്. അതുകൊണ്ടാണ് മുറിയിൽ സംഭവിച്ചതൊന്നും മറ്റുള്ളവർ അറിയാതിരുന്നത്. കുറ്റം സമ്മതിച്ചതോടെ യുവതി ഫ്ളാറ്റിൽ നിന്ന് ചാടാനുള്ള സാധ്യത പോലും മുൻകൂട്ടി കണ്ടായിരുന്നു പോലീസ് നീക്കം. പുറത്തേക്ക് ചാടാനുള്ള 3 വഴികളും അടച്ചുകൊണ്ട് പോലീസ് കാവൽ നിന്നു. എല്ലാ മുറികളും അടച്ചിട്ട് അതിനു മുന്നിലും പോലീസ് നിന്നു. യുവതി ആശുപത്രിയിലേക്ക് നീക്കിയതുപോലും തന്ത്രപരമായിട്ടായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ കൊലപാതകത്തിൻ്റെ വിവരങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് അവിടെയായിരുന്നു ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറകളെല്ലാം. ഈ സമയം നോക്കി യുവതിയെ പുറത്തിറക്കി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പോലീസ്. അതിനിടെ യുവതിയുടെ മൊഴിയിൽ പരാമർശിച്ച യുവാവ് തൃശൂർ സ്വദേശിയായ ഒരു നൃത്തക്കാരനാണെന്നും സമൂഹമാധ്യമം വഴിയാണ് യുവതിയുമായി പരിചയപ്പെട്ടതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ACP പി രാജ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു. ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.